box is next? Hello? എന്താണോ അവിടെ? Why are you looking outside? ഞാൻ അവിടെയാണോ നിൽക്കുന്നേ? പിന്നെ താൻ എന്തിനാ അങ്ങോട്ട് നോക്കി നിൽക്കുന്നേ? ഇവിടെ ഞാൻ ഈ ടെക്സ്റ്റ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും താൻ ഒരാൾ മാത്രം പുറത്തെ കാഴ്ചകൾ നോക്കി ഇരിക്കുന്നു. നിങ്ങളുടെ നോട്ട്സിൽ ഞാൻ തന്നിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഗ്യാരണ്ടി നിങ്ങൾ ഏറ്റവും നല്ല മാർക്ക് വാങ്ങി തന്നെ നിങ്ങൾ പാസ് ഔട്ട് ആവും. എന്താണോ അവിടെ? കുറേ നേരമായാലോ രണ്ടാളും കൂടി തുടങ്ങിയിട്ട്? എന്താ സംസാരിക്കുന്നത്? ഞങ്ങളോടും കൂടി പറയേ, ഞങ്ങളും കൂടി ഒന്ന് കേൾക്കട്ടെ. ഇനി ആർക്കെങ്കിലും സംസാരിക്കണോ ഈ ക്ലാസ്സിൽ? അങ്ങനെ സംസാരിക്കണമെന്ന് താല്പര്യമുള്ളവരെ എല്ലാവരും ക്ലാസ്സിന് പുറത്തേക്ക് നിൽക്കണം. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഏറ്റവും മോശപ്പെട്ട പിള്ളേർ നിങ്ങളാണ്. എന്താണോ ചിരിക്കാൻ? ഞാൻ എന്തെങ്കിലും തമാശ ഇവിടെ നിന്ന് പറഞ്ഞോ? തന്റെ ചിരി ഒരല്പം കൂടുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ സമയത്തിനുള്ളിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാത്തവരാരും ഇനി അസൈൻമെന്റ് കൊണ്ടുവരണ്ട കേട്ടോ. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് മാർക്ക് അവിടെ ഇട്ട് കഴിഞ്ഞു. ഇനി ആരും അസൈൻമെന്റ് കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട. നമ്മൾ ചെറുതിലേ മുതലേ അഭ്യസിച്ച് വരേണ്ട ഒരു ഫസ്റ്റ് ക്വാളിറ്റിയാണ് പങ്ക്ച്വാലിറ്റി. ഏതൊരു മനുഷ്യനും അത്യാവശ്യം വേണ്ടത് പങ്ക്ച്വാലിറ്റിയാണ്. എൻ്റെ കുട്ടികളെ, നിങ്ങൾക്കത് ഇല്ല. ക്ലാസ്സിലെ ബെല്ലടിച്ചിട്ട് ഇത്രയും ടൈമായി. ഓരോരുത്തരെ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് വന്ന് കയറുന്നതേ ഉള്ളൂ. ഞാനിവിടെ വന്നിട്ട് 3 minutes കഴിഞ്ഞു. ഇപ്പോഴും ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുക. ഇനി ആരൊക്കെയാണ് വരാനുള്ളത്? ലഞ്ച് കഴിക്കാനായിട്ട് നിങ്ങൾക്ക് എത്ര സമയം വേണം? ആരൊക്കെ ഇനി ടോയ്ലറ്റിൽ പോയിട്ടുള്ളത്? ക്ലാസ് ലീഡർ ആരാ? പോയി വിളിച്ചിട്ടോ ചെല്ലേ. എല്ലാവരും ഞാൻ ഇന്ന് എച്ചമ്മിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. ഞാനത് കഴിഞ്ഞിട്ടേ ഇന്ന് ക്ലാസ് എടുക്കുന്നുള്ളൂ. വേഗം പോയി വിളിച്ചിട്ട് വേണം. ഡാൻസ് പ്രാക്ടീസോ? ഇപ്പോഴോ? ക്ലാസ് ടൈമിൽ ഒരു ഡാൻസ് പ്രാക്ടീസും വേണ്ട, ഒരു പ്രാക്ടീസസും വേണ്ട കേട്ടല്ലോ. എൻ്റെ പീരീഡ് ഞാൻ ഒരാൾക്കും പ്രാക്ടീസ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടില്ല. എൻ്റെ പീരീഡ് എൻ്റെ സബ്ജക്റ്റിൻ്റെ ഒരുപാട് പോർഷൻസ് എനിക്ക് കവർ ചെയ്ത് തീർക്കാനുണ്ട്. അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്ട്രാ ക്ലാസ് വരെ അറേഞ്ച് ചെയ്യുന്നത്. അതിനിടയിൽ നിങ്ങൾ ഈ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഈ ക്ലാസ് ടൈമിൽ പോകുന്നത് എങ്ങനെയാണ്? അതെങ്ങനെ ശരിയാകും? പറ്റില്ല. ഈ ക്ലാസ്സിൽ കുറച്ച് കുട്ടികളെ ലിപ്സ്റ്റിക് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ഒരു ബ്യൂട്ടി പാർലർ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു കംപ്ലയിൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആരൊക്കെയാണ് ലിപ്സ്റ്റിക് ഒക്കെ ആയിട്ട് ക്ലാസ്സിലേക്ക് വരുന്നത്? ബോയ്സ് എന്തിനാ ചിരിക്കുന്നത്? നിങ്ങളുടെ ചിരിയൊക്കെ ഞാൻ മാറ്റി തരുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്തേക്കാണ്. അപ്പോൾ ആരൊക്കെയാണ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നവരെ ഈ ക്ലാസ്സിൽ? ഞാൻ ഇനി ഒരു വാർണിംഗ് തരില്ല. ദിസ് ഈസ് ദ ലാസ്റ്റ് വാർണിംഗ് ഫോർ യു. ലിപ്സ്റ്റിക്സ് ഈ സ്കൂളിൽ അലൗഡ് അല്ല. വിത്ത് ഫുൾ യൂണിഫോം ആയിരിക്കണം ഈ സ്കൂളിലേക്ക് വരേണ്ടത്. ഒരാളും ഫുൾ യൂണിഫോം അല്ലാതെ ഇങ്ങോട്ട് വരണ്ട കേട്ടല്ലോ. ബോയ്സ് ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. ഓ, തൻ്റെ യൂണിഫോം ഷൂസ് എവിടെയോ? നാളെ മുതൽ ഫൈൻ ഞാൻ വാങ്ങിയിരിക്കും. ഫുൾ യൂണിഫോമിൽ അല്ലാതെ വരുന്ന എല്ലാവരും ഫൈനും കൊണ്ട് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി.